കൗമാരക്കാർക്കിടയിൽ കൂടിവരുന്ന പ്രമേഹ രോഗത്തിന്റെ പ്രധാന കാരണങ്ങൾ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുകയാണ് ആരോഗ്യവകുപ്പ്. സോഫ്റ്റ് ഡ്രിങ്ക്സിലെ അമിതമായ പഞ്ചസാര പ്രയോഗം കൃത്യമായ അളവിൽ തുറന്നുകാട്ടി ബോധവൽക്കരണം നടത്തുകയാണ് നാഗപടം മൈതാനത്ത് വെച്ച് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേളയിലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. സ്റ്റാളിന് മുന്നിലെ ഷുഗർ ബോർഡിൽ മിനറൽ വാട്ടറും ശീതളപാനീയങ്ങളും ചെറിയ ബോട്ടിലുകളിൽ ഉറപ്പിച്ചു വച്ചിരിക്കുന്നു. അതിനിടയിൽ അവ ഓരോന്നിലും ഉൾപ്പെടുന്ന പഞ്ചസാരയുടെ അളവ് കൃത്യമായും വ്യക്തമായും രേഖപ്പെടുത്തിയും അത്രത്തോളം പഞ്ചസാര ഒരു പ്ലാസ്റ്റിക് കവറിലായി പിൻ ചെയ്തും വെച്ചിട്ടുണ്ട്. ഭൂരിഭാഗം കൗമാരക്കാരുടെയും ഇഷ്ടപാനീയങ്ങളിൽ പഞ്ചസാരയുടെ അളവ് എത്രമാത്രമെന്ന് ഞെട്ടൽ ഉളവാക്കുന്നതാണ് ഈ ചെറിയ ഷുഗർ ബോർഡ്. ഒരു ചായയിലെ പഞ്ചസാര ഒരു ടീസ്പൂൺ ആണെങ്കിൽ അതിന്റെ 10 ഇരട്ടി അളവാണ് ഫ്രൂട്ടിയിലും ഫിസ്സിലും ഉപയോഗിക്കുന്നത്. മറ്റു സോഫ്റ്റ് ഡ്രിങ്ക്സിലും ഏറെക്കുറെ ഇതുതന്നെയാണ് അവസ്ഥ. സമീപകാല ICMR പഠനം വ്യക്തമാക്കുന്നത് കൗമാരക്കാർക്കിടയിൽ 8.1% പ്രമേഹ രോഗികൾ ഉണ്ടെന്നാണ്. നമ്മുടെ സ്റ്റോളിൽ കാണുന്നത് നമ്മൾ കൗമാരക്കാരിൽ ഏറ്റവും കൂടുതൽ ഷുഗർസ് പ്രമേഹങ്ങൾ വരാൻ കാണുന്നുണ്ട്. അതിനുള്ള മെയിൻ കാരണം എന്നൊരു ഇതായിട്ട് കാണിച്ചിരിക്കുന്നതാണ് ഈ ബോർഡ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ പല അളവ് ഷുഗേഴ്സാണ് ഉള്ളത്. അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് കണ്ടാൽ മിനറൽ വാട്ടറിൽ 0 ആണുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ വരുമ്പം ഇങ്ങനെ നമുക്ക് ഓരോ സെക്ഷനിൽ കണ്ടാൽ മനസ്സിലാവും ഓരോ ഇതിൽ എത്രയാണ് ഷുഗേഴ്സ് ഉള്ളതെന്നുള്ളത്. അപ്പം ഈ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് കൂടുതലായിട്ട് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഷുഗേഴ്സ് വരികയും പ്രമേഹത്തിനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നുണ്ട്. അക്ഷരം പോലെ ശുദ്ധമാവട്ടെ ഭക്ഷണമെന്ന സന്ദേശം മുൻനിർത്തി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഒരുക്കിയ ഈ ഷുഗർ ബോർഡ് ജനങ്ങളിൽ വലിയ പ്രതികരണമാണ് ഉണ്ടാക്കുന്നത്. കോട്ടയം നാഗമ്പടം മൈതാനത്ത് നടക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള എന്റെ കേരളം പ്രദർശന വിപണനമേള ഏപ്രിൽ 30-നാണ് അവസാനിക്കുക. കേരള വിഷൻ ന്യൂസ്, കോട്ടയം.